നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ലോക്സഭാ സമ്മേളനത്തിന് തുടക്കമായി. ആമുഖ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ മാറ്റത്തിൻ്റെ സൂചന നൽകുന്നതാണോ? BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ 2014-ലും 2019-ലും വ്യത്യസ്തമായി സമവായത്തിൻ്റെ ഭാഷയിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. സർക്കാരിനെ നയിക്കാൻ ഭൂരിപക്ഷം ആവശ്യമാണ്, എന്നാൽ രാജ്യം ഭരിക്കാൻ സമവായം ആവശ്യമാണ്. ഭരണഘടനയുടെ പവിത്രത കാത്തുസൂക്ഷിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ച് തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കും. മോദി ഇങ്ങനെയാണ് പറഞ്ഞത്. സഖ്യകക്ഷികളുടെ പിന്തുണയോടെ മാത്രം ഭരണം ഉറപ്പാക്കാൻ കഴിയുന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ഉള്ള മോദിയുടെ മാറ്റമാണോ ഇത്? പ്രതിപക്ഷത്തെ നിരന്തരം പരിഹസിച്ചു തള്ളിയിരുന്ന ശൈലിയിൽ നിന്നും രാജ്യം ഭരിക്കാൻ സമവായം ആവശ്യമാണെന്ന മാറ്റം എത്രത്തോളം പ്രധാനമാണ്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഇന്ന് നരേന്ദ്രമോദി ലോക്സഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം അദ്ദേഹം പറഞ്ഞത് സത്യപ്രതിജ്ഞയായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് രാജ്യം ഭരിക്കാൻ ഭൂരിപക്ഷം ആവശ്യമാണ്, പക്ഷേ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നയിക്കാൻ സമവായം ആവശ്യമാണ്. ഇത്രകാലം പ്രതിപക്ഷത്തിൻ്റെ സ്വരങ്ങളെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. ഇപ്പോൾ ഒരു കൂട്ടുകക്ഷിയുടെ പിന്തുണയോടുകൂടി മാത്രമാണ് ഭരണം എന്നുള്ള അവസ്ഥയെത്തിയപ്പോൾ അദ്ദേഹം സമവായത്തിൻ്റെ വഴി തുറക്കുന്നു. അതൊരു വലിയ മാറ്റമാണോ? കിരൺ സാർ നമസ്കാരം. നമസ്കാരമുണ്ട്. മോഡിയുടെ സമവായത്തിന്റെ തന്നെയാണ് എപ്പോഴും മോഡി ഘടകകക്ഷി മന്ത്രിസഭയിലായതുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിനൊന്നും ഒന്നിൽ നിന്നും പുറകോട്ട് പോകില്ല. അത് മുൻകൂറായി പറഞ്ഞതാ. നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾക്ക് തന്ന്, അല്ലെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നാൽ ജനങ്ങൾ നിങ്ങളെ ഇതിലും കൂടുതലായിട്ട് ലോകസഭയിൽ നിന്ന് അകറ്റി നിർത്തുന്ന അതില്ല ധ്വനി. അല്ലാതെ അതെങ്ങനെയാണ് ശ്രീ ബാലകൃഷ്ണൻ? ഈ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഒറ്റയ്ക്ക് വിജയം നേടിയതാണ് BJP. അത് വൻപിച്ച വിജയമായിരുന്നു. അന്ന് പ്രതിപക്ഷ കക്ഷികളൊക്കെ പ്രതിഷേധിച്ച MPമാരെയൊക്കെ ലോക്സഭയിൽ സസ്പെൻഡ് ചെയ്ത് കളയുകയും പ്രതിപക്ഷത്തോട് തന്നെ പരിഹാസത്തിൻ്റെ അങ്ങേയറ്റം ആണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പ്രയോഗിച്ചിരുന്നത്. പക്ഷേ അവിടെ നിന്നാണ് വലിയൊരു മാറ്റം. ഇപ്പോൾ സമവായം വേണം, പ്രതിപക്ഷത്തിൻ്റെ കൂടി സഹകരണം വേണം. ആ തരത്തിലേക്ക് മോദി മാറുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ടല്ലേ? ഒരിക്കലല്ല സാർ, അങ്ങനെയാണ് സാർ ലോകസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അനാവശ്യമായിട്ടാണ് സാറിന് തോന്നുന്നുണ്ടോ? അങ്ങനെ എവിടെയും രേഖയിൽ പറഞ്ഞിട്ടുണ്ടോ? രേഖയിൽ പറയണ്ടല്ലോ. അങ്ങനെ ഒരു പതിവ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കുന്ന MPമാരെ എല്ലാവരെയും കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുക എന്നൊരു പതിവ് ഇന്ത്യൻ ലോക്സഭയുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുക. അതിന് കാരണമുണ്ട്. കേരള നിയമസഭ തച്ചുടച്ചത് കണ്ടിട്ടാണ് കേരളത്തിലെ MPമാർ പോയിട്ട് അവിടെ ബഹളം ഉണ്ടാക്കുന്നത്. കേരള MPമാർ മാത്രമല്ലല്ലോ, ഒരുപാട് MPമാർ 150-150-150-150-150-150 MPമാരെ സസ്പെൻഡ് ചെയ്തില്ലേ? MPമാരാണ് ഭൂരിഭാഗവും. കേരള നിയമസഭയിൽ അവർ നിയമസഭ തച്ചു പൊളിക്കുക, ജനങ്ങളുടെ നികുതി പണം തച്ചു ഈ കേരളത്തിൽ നിന്ന് 2 സഭയിലൂടെ 20-ഉം 9-ഉം 29 MPമാരാണുള്ളത്. പക്ഷേ 150-150-ലേറെ MPമാരെയാണ് അന്ന് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഡ് ചെയ്യേണ്ടി ഇനിയും ചെയ്യും സാർ. ഈ സമവായം എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കണമെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും വേണം. അത് ഏവർക്കും അറിയാം, പ്രധാനമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. പ്രധാനമന്ത്രി അതൊന്നും കാട്ടി ആരും ഭീഷണിപ്പെടുത്തിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ആരും ഭയപ്പെടുത്തൊന്നും വേണ്ട. ഭാരതത്തിനെ സംബന്ധിച്ച് ഭരണം ഒരു പ്രശ്നമൊന്നുമല്ല. ഞങ്ങൾക്ക് ഈ ഭരണം കൊണ്ടുപോകാൻ പറ്റുമില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ജനങ്ങളോട് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ സംസാരിക്കും ആർജവത്തോടെ. അത് ഭരണഘടന 370 നോട്ട് നിരോധനമായാലും പൗരത്വ നിയമമായാലും ഏക സിവിൽ കോഡായാലും ശ്രീരാമക്ഷേത്ര നിർമ്മാണം, ഇതൊക്കെ ആർജവത്തോടെ പറയാൻ ഞങ്ങൾക്ക് പറ്റും സാർ. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞെടുത്ത് ഘടകകക്ഷികളുടെ പിന്തുണയില്ലാതെ ഭരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് BJP വല്ലാതെ കൂപ്പുകുത്തിയത്. അങ്ങനെയാണെങ്കിൽ കേരള മുഖ്യമന്ത്രി പറഞ്ഞ കേരളത്തിൽ ഒരുപാട് സീറ്റ് കിട്ടുന്നല്ലേ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരള മുഖ്യമന്ത്രി പറഞ്ഞതും കേരളവും ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് എന്താണ് ശ്രീ ബാലകൃഷ്ണൻ വടകര? ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഇത്തവണ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം സമവായത്തിൻ്റെ വഴികൾ മുന്നോട്ട് തുറന്നു വെക്കുന്നു. എന്താണ്, BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതായതുകൊണ്ട് ഉള്ള ഒരു മാറ്റമാണോ, അതോ അദ്ദേഹം തന്നെ അത്തരം ഒരു മാറ്റം തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ മാറിയതാവുമോ? ആദ്യം നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ശ്രീ മുഹമ്മദിന്റെ ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. എന്തായാലും മറ്റു പ്രേക്ഷകരുണ്ട്. കണ്ണൂരിൽ നിന്നും ശ്രീ ദാസനാണ്. ശ്രീദാസൻ, താങ്കൾ ചോദ്യം കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് പറയാം. ഞാൻ ഇപ്പൊ നമ്മൾ വിളിച്ച ബാലകൃഷ്ണൻ വടകര പുള്ളി പറഞ്ഞു നിൽക്കുന്നതിന്റെ കഥ മോദി തീർത്തു സാധുവായി നിൽക്കുക. ഇപ്പോ
നിവൃത്തിയില്ല. ഈ വാഴേഷം പറയുന്ന പറഞ്ഞ കഥ കേട്ടാ, ഇതിന്റെ കഥ കഴിഞ്ഞു ഏതാണ്ട്. ഇപ്പൊ ഏത് സമയത്തും ഏതെങ്കിലും ഒരാൾ മാറിയ കഥ കഴിഞ്ഞു. അപ്പൊ മോദി അതുകൊണ്ട് തന്നെ ഏറ്റവും താഴ്മയിൽ നിൽക്കുകയാണ്. മോദി താഴ്മയിൽ നിൽക്കാണ്ടാവൂല. കാര്യം കുറച്ച് അഹങ്കാരം ഇവർക്കുണ്ടായി BJP-ക്കാർക്ക്. അതിന്റെ ഒരു ഫലം അനുഭവിക്കുന്നത്. ഇനിയിപ്പോ ഏത് സമയത്തും നമുക്ക് ഒരു 6 മാസം കഴിയുമ്പം ഇതിലൊരു മാറ്റം എന്തായാലും ഉണ്ടാകും. കാരണം എനിക്ക് തോന്നുന്നത് ഒരു ഭരണമാറ്റം തന്നെ ഉണ്ടാവുന്നതായി തോന്നുന്നത്. ഇപ്പോ ഈ ബാലകൃഷ്ണൻ വടകര പറയുന്നതല്ല കഥ കേട്ടാ. ശരി ശരി, അത് ബാലകൃഷ്ണൻ വടകര പറയുന്നത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. താങ്കൾ ശ്രീ ദാസൻ പറയുന്നത് താങ്കളുടെ അഭിപ്രായം. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തി. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നരേന്ദ്രമോദി തന്നെ, പ്രധാനമന്ത്രി തന്നെ പറയുന്നു സമവായം രാജ്യത്തിന്റെ വികസനത്തിന്, രാജ്യത്തിന് മുന്നോട്ട് പോക്കിന് സമവായം ആവശ്യമാണ് എന്നുള്ളത്. ഇതിനു മുമ്പും അദ്ദേഹം സമവായത്തിൽ കൂടി തന്നെ പോയിരുന്നത്. മാക്സിമം ഇവരോട് സഹകരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ വായിന്നോ എന്ത് വേണമെങ്കിൽ ആവാം അല്ലെ. മോഡി എന്നുള്ളവരൊക്കെ കള്ളന്മാരാണ്. അവരുടെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് എത്ര പേര് അവിടുന്ന് പൈസയും ബാങ്കിന്റെ ഒക്കെ മോഷിച്ച് ഫലം വിട്ടിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞ അദാനി, അംബാനി, ഗ്രീൻ എനർജി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഇന്റർനാഷണൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യണം. കാരണം ഒന്നാമത് ഇംഗ്ലീഷ് പേപ്പറുകളൊക്കെ വായിക്കണം. ഇവിടെ വരുന്ന ഈ സുധാകരൻ, എന്താണ് മുരളീധരൻ, ഇതൊക്കെ ഉള്ളൂ. അങ്ങൊരു വരുത്തി വെച്ച ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്. ചന്ദ്രബാബു നായിഡുമായിട്ടൊന്നും ഒരു സഹായത്തിന്റെ ആവശ്യമില്ല. അവിടെ ഞാൻ ആന്ധ്രയിലല്ല, എനിക്കറിയാം. ഞാൻ ഹൈദരാബാദിൽ കമ്പനിയുടെ ഏരിയ മാനേജറായിട്ട് കുറെ വർഷം ഇരുന്നതാണ്. കോസ്റ്റൽ ആന്ധ്രയ്ക്കൊക്കെ നല്ലൊരു ഡെവലപ്മെന്റ് വേണം. അതുകൊണ്ട് അവരൊന്നും അദ്ദേഹത്തിനെതിരെ. ചന്ദ്രബാബു ആന്ധ്രയിൽ ഉള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ചന്ദ്രബാബു നായിഡുവിന്റെ പഴയ രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളുടെ ചരിത്രമൊക്കെ താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. ഇപ്പൊ ചാഞ്ചാടി ഇനി കുഴിയിലേക്കാണ്. ഓരോ തവണയും അങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം പലപ്പോഴും അത്തരം ചാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ആളാണെന്ന് അറിയാമല്ലോ. അതെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പൊ നല്ലൊരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങോട്ടൊന്നും മാറ്റാൻ പറ്റില്ല. ശരി, കോൺഗ്രസിന്റെ സൈഡിലുള്ളവർ ഇങ്ങോട്ട് വരാൻ നോക്കിയാൽ മതി. ശരി, ഓക്കെ, എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ. ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രി ഒരു പോസിറ്റീവായ നീക്കമെന്ന് നമുക്ക് വാക്കുകളിൽ വ്യാഖ്യാനിക്കാം. സമവായത്തിന്റെ വഴി കൂടി അദ്ദേഹം തുറന്നു വെക്കുന്നു. എന്തായിരിക്കും ഇതിന് കാരണം? കിരൺ സാറേ, ഞങ്ങളുടെ കോട്ടയത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട്, ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീരൊന്ന് കണ്ടാൽ മതി. അതെല്ലായിടത്തും ഉണ്ട്. കിരൺ ഏകദേശം ഒരു സ്വഭാവം അതുപോലെ എനിക്ക് തോന്നുന്നു. അതെന്താണ് അങ്ങനെ തോന്നുന്നത്? വിചാരിക്കുന്നത് എന്താണ്? ഇപ്പൊ മോദി അല്പം ഭൂരിപക്ഷം കുറഞ്ഞു പോയി. അപ്പൊ ഈ നമ്മുടെ രാജ്യം നശിച്ചാലും വേണ്ടില്ല മോഡി എല്ലാരോടും ഒരു കീഴ്വഴക്കം കാണിച്ച് കാലി പിടിച്ച് നിൽക്കണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. രാജ്യഭരണം നടത്തുന്ന ഒരു തന്ത്രജ്ഞനായ ആള്, ഒരു രാജ്യം, ഒരു കുടുംബം ഭരിക്കുന്ന അച്ഛൻ അങ്ങനെ മക്കളോടോ അല്ലെങ്കിൽ അയൽക്കാരോടോ വരുന്നു പറയാം, അതുപോലെ അദ്ദേഹം നിൽക്കും. അത് ഭരണതന്ത്രമാണ്. അല്ലാതെ മോദി ഒരു വിഡ്ഢിയായിട്ടോ മോദി കീഴ്വഴക്കം കാണിക്കുന്നോ അദ്ദേഹത്തിന്റെ ചങ്കിലെ ഉറപ്പ് പോയിട്ടോ അല്ല കേട്ടോ. അത് കിരൺ സാർ മനസ്സിലാക്കിക്കോളൂ. അദ്ദേഹത്തിന് ഒരു മിനിറ്റ്, ഉള്ളിലൂടെ പൊത്തുകയറിയ മരമല്ല, ഉള്ളിലൂടെ പൊത്തുകയറിയ ഡബിൾ ചങ്ങനല്ല. ഇത് ഒരു പൊത്തും കയറാത്ത നല്ല അടിപൊളി ചങ്ങന പുള്ളിക്കറിയാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ശരി, ശ്രീ ശിവജി, എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു അഭിപ്രായം എന്തായാലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് താങ്കളോട് ചോദിച്ചതിൻ്റെ ചോദ്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് പോസിറ്റീവായ ഒരു മാറ്റമാണ്. അത് പോസിറ്റീവായ മാറ്റം തന്നെയാണോ? താങ്കൾ തന്നെയാണ് പറഞ്ഞു വെച്ചത് അവസാനം. അത് തന്ത്രം മാത്രമാണ്, അത് തന്ത്രജ്ഞതയാണ് എന്ന് പറഞ്ഞു വെച്ചത് താങ്കളാണ്. എന്നിട്ട് താങ്കൾ പറയുന്നത് ഞാൻ തിരിച്ച് ആക്ഷേപം ഉന്നയിച്ചു എന്നാണ് പറയുന്നത്. താങ്കൾ ആ ഒന്നുകൂടി പറഞ്ഞ വാക്കുകൾ, ഞാൻ ചോദിച്ചതും താങ്കൾ പറഞ്ഞത് ഒന്നുകൂടി കേട്ടാൽ എനിക്ക് തോന്നുന്നു കുറേ കൂടി മനസ്സിലാവുമെന്ന് തോന്നുന്നു. ശ്രീ ജിതിനാണ് പാലക്കാട് നിന്നും. ശ്രീ ജിതിൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിനെ ഒരു മാറ്റമായി കാണാൻ കഴിയുമോ? അതായത് കുറച്ചു ദിവസമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങള് NDAയിൽ പ്രതിസന്ധി ഉണ്ട്, NDA സർക്കാർ എപ്പോഴും വീഴും, നമ്മൾ കേരളത്തിൽ നിന്ന് ഞാനോ നിങ്ങളോ പറഞ്ഞുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ വീഴുമെന്ന് ഏതെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതിയിരുന്നു? ഞാനിതുവരെ കണ്ടില്ല ഒരു മാധ്യമം എഴുതിയതായോ സംപ്രേഷണം ചെയ്തതായോ. അല്ല, പറഞ്ഞല്ലോ, അതായത് NDAക്ക് പഴയ പോലെ അധികം ഭരിക്കാൻ കഴിയില്ല, പഴയ പോലെ ഭരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് പോലെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ആ മട്ടിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, അതായത് ഈ പണ്ട് UPA ഭരിക്കുമ്പോൾ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു? ഇല്ല. അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കിയ മുന്നണി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാക്കിയ ഒരു മുന്നണിയല്ല NDA. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാക്കിയ അലയൻസ് തന്നെ ഭൂരിപക്ഷമുണ്ട്. അങ്ങനെ ഇരിക്കെ അവർക്ക് ശക്തമായി ഭരിക്കാം. പിന്നെ ഇപ്പൊ ഓപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണി, അതിൽ തന്നെ 108 ചെറിയ ചെറിയ ഘടകകക്ഷികളുണ്ട്, ചെറിയ പാർട്ടികൾ. അവരെപ്പോ വേണമെങ്കിലും NDAയിൽ കൂടെ ചേരാൻ താല്പര്യമായിട്ട് നിൽക്കണം സാഹചര്യമുണ്ട്. കാരണം ഒക്കെ ചെറിയ പാർട്ടി, അവർക്ക് പല അവരുടെ താല്പര്യങ്ങൾ ഉണ്ടാവും.
അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയും NDAക്ക് ഒരു പ്രതിസന്ധി ദേശീയ തലത്തിൽ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും സാധാരണ അറിയാത്ത സാധാരണക്കാരും വിശ്വസിച്ചു. ശ്രീ ജിതിൻ, നമ്മൾ ഇന്ത്യയുടെ ദേശീയ തലത്തിലെ പ്രതിസന്ധി അല്ല ഇവിടെ വിഷയമാക്കിയത്. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗമാണ്. അദ്ദേഹം ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്ന് പറയുന്നത് സമവായം എന്ന് ഉദ്ദേശിക്കുന്നത് NDAക്ക് എന്തോ ഒരു പ്രതിസന്ധി ഉണ്ട്, അതുകൊണ്ടൊരു സമവായത്തിലേക്ക് BJP മാറണമെന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. NDAക്ക് അങ്ങനെ പ്രതിസന്ധിയും ഇല്ല, അവര് സമവായത്തേക്ക് മാറുന്നുമില്ല. സമവായം എന്നല്ല പറയാം, ഒരു മര്യാദയുടെ ഭാഗമാണ്. അത് മുമ്പും അവർ ചെയ്തിട്ടുള്ളതാണ്. അത് അതേപോലെ തന്നെ അവർ പിന്നെ തുടരും. അല്ലാതെ മുമ്പ് എന്തോ ചെയ്തത് മോശവും ഇപ്പൊ എന്തോ ചെയ്യാൻ പോകണം നല്ലതെന്നല്ല. മുമ്പ് ചെയ്തതും അതേ രീതിയിൽ തന്നെ. ശ്രീജിതിൻ, മുമ്പ് എന്തായാലും ഇത്തരത്തിൽ സമവായത്തിന്റെ വാക്കുകളായിരുന്നില്ല പ്രധാനമായി നിന്നിരുന്നത്. പ്രതിപക്ഷത്തെ അടക്കം നമുക്കറിയാം അത് ഓരോരുത്തരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളായിരിക്കും. പക്ഷേ പൊതുജനങ്ങൾക്ക് അങ്ങനെ തോന്നിയത്, കാരണം അതുകൊണ്ടാണ് അവർ വീണ്ടും ജയിപ്പിച്ചത്. ശരി, ഓക്കെ. ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പലതും ഉണ്ടാവും. അത് അവരവരുടെ അഭിപ്രായം വ്യക്തമാണ്. അടുത്തത് പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, ഇന്ന് പ്രധാനമന്ത്രി തന്നെ ലോക്സഭയുടെ ആദ്യ സമ്മേളന ദിവസം പറഞ്ഞത് രാജ്യത്തിൻ്റെ ഭരണത്തിന് ഭൂരിപക്ഷം ആവശ്യമാണ്, രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സമവായം ആവശ്യമാണ്. ഇതിനെ പോസിറ്റീവായ ഒരു മാറ്റമായി തന്നെ കാണാമോ? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അതായത് സാറേ, ഇത് തീർച്ചയായിട്ടും ഇതിൽ ഒരു പോസിറ്റീവായ ഒരു വികാരം നമുക്ക് പ്രകടമാകാൻ സാധിക്കും. അതായത് 19 ഇലക്ഷനിലെ റിസൾട്ട് അല്ല 24 വന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്തൊരു അപകടം ചെറുതായിട്ട് അവർ മണക്കുണ്ടാവും. അത് ഇനി അടുത്ത പാർലമെന്റ് ഇലക്ഷനിലുള്ള പ്രവർത്തനം അവർ ഇപ്പോഴേ തുടങ്ങിയെന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാവാനായിട്ട്. മോദിയുടെ മേല് കർശനമായ ഒരു നിരീക്ഷണം, നമ്മൾ പറയാറുള്ള ധരിച്ചു വെച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു RSSന്റെ ഒരു ശക്തമായ ഒരു നിരീക്ഷണം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമുക്കത് മന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പിലൊക്കെ അത് കുറേശ്ശെ പ്രകടമാവാൻ പറ്റും. മോഡിയുടെ ഈ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും. അതൊരു തന്ത്രമാണ്, പോസിറ്റീവാണ്. അത് നല്ല രീതിയിൽ വരട്ടെ, അതാണല്ലോ നമുക്ക് നല്ലത്. ഭാരതത്തിന് നല്ലതാണല്ലോ. എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊണ്ട് പ്രതിപക്ഷത്തെ ബഹുമാനത്തിലെടുത്ത് രാജ്യം ഭരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. കൊല്ലത്തുനിന്ന് ശ്രീരാജനാണ്. ശ്രീരാജൻ, ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? കിരൺ സാറേ, എന്റെ അഭിപ്രായം മോദി ശകലമായിട്ട് ദുഃഖമുണ്ട്. കാരണം വെച്ചാല് മോദിയുടെ ഒരു കാലയിൽ ഒരു കയറ് കെട്ടി ചന്ദ്രബാബു നായിഡു പിടിച്ചിരിക്കുക, മറ്റേ കാലയില് നിതീഷ് കുമാറും പിടിച്ചിരിക്കുക. എപ്പോ വലിച്ച് താഴിടുമെന്നുള്ളത് ഒരു വിശ്വാസവും. കാരണം പണ്ട് നമ്മുടെ ചന്ദ്രബാബു നായിഡുവിനെ 3 മാസം ജയിലിലിട്ടതാണ്. പിന്നെ നിതീഷ് കുമാർ ആന്നേല് പേടിച്ചിട്ട് പോയി ചേർന്ന ഇഡിയെ പേടിച്ചിട്ട് പോയി ചേർന്ന. കാരണം നിതീഷ് കുമാറിന്റെ 2 മക്കളും വലിയ കമ്പനി നടത്തുന്നു. മകളാണേലും 2 3 4 എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ, 3 4 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയാണ്. ഈ പൈസയൊക്കെ എവിടെ നിന്ന് വന്നു? ഈ ഇന്ത്യ സഖ്യത്തിലായിരുന്നു പുള്ളി പേടിച്ചിട്ട് ഇഡിയെ പേടിച്ചിട്ട് പോയി ചേർന്ന. പിന്നെ വേറൊരു സംഗതി എനിക്ക് പറയാനുള്ളത്, ഈ ഇന്ത്യ സഖ്യത്തിലെ കച്ചറപ്പട്ടികളെല്ലാം കൂടെ വന്ന് ഭരിക്കുന്നതിനെക്കാട്ടും നല്ലത് മോദി ഭരിക്കുന്നുണ്ടാവും. ഒരു പാർട്ടി ഭരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഏത് കണ്ട കഞ്ഞി പോലായി പോയിന്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ജയപ്രകാശാണ്. ശ്രീ ജയപ്രകാശ്, സമവായത്തിന്റെ ഒരു വഴിയിലേക്കാണോ ഈ 3ാം മോദി സർക്കാർ നീങ്ങുന്നത്? ഇല്ല, സമവായത്തിന്റെ ഒരു വഴിയിലേക്കല്ല, ഇതൊരു അഭിനയമാണ്. കാരണം സമവായമായിരുന്നെങ്കിൽ കൊടുക്കുന്നിൽ സുരേഷിനെ പ്രോട്ടേം സ്പീക്കർ ആക്കണമായിരുന്നു. അതാക്കിയില്ല. രണ്ടാമത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പിന്നെ ഈ സമവായം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് പ്രതിപക്ഷമായിട്ട് മാത്രമാണോന്നില്ല, NDA കക്ഷികളുമായും അത്തരത്തിലൊക്കെ പോകും. ഒറ്റയ്ക്ക് BJPക്ക് തീരുമാനം കഴിയാത്തപ്പോൾ അവരെ കൂടി അത്തരത്തിലായിക്കൂടെ? പക്ഷെ അവരെ ഇപ്പൊ നമ്മുടെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിന്റെ ഒരു ബലത്തിലാണ് അത് നിൽക്കുന്നത്. പക്ഷെ ശരിക്കും ഒരു സമവായം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, ഇന്ത്യ ഇസ് എ ടീം, എവറി സ്റ്റേറ്റ് ഈസ് ഇമ്പോർട്ടന്റ് എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ പുള്ളിയുടെ ഫെഡറലിസത്തിനോട് പുള്ളിക്ക് ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ശ്രീ നരേന്ദ്രമോദി. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു രീതിയിൽ ചെയ്യണമായിരുന്നെങ്കിൽ ചെയ്യേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒപ്പോസിഷന് വിട്ടുകൊടുക്കണമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇത് വെറും ഒരു നാടകമാണ്. അദ്ദേഹം ഈ വിൽ ഗോ ബാക്ക് ടു ദ ഡിക്റ്റേറ്റർഷിപ്പ് തന്നെയാണ് ഇദ്ദേഹം. കാരണം അത് ബ്ലഡിൽ വരുന്ന DNA, RSS യൂണിവേഴ്സിറ്റി പഠിച്ച കാര്യങ്ങള് എന്തൊക്കെ ചെയ്താലും അത് കഴുകിയാലും അത് മാറത്തില്ല. അപ്പൊ അത് ആ രീതിയിൽ അത് പോവും മുമ്പോട്ട്. ശരി, ശ്രീ ശശിധരനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശശിധരൻ, ഈ 1ഉം 2ഉം മോദി സർക്കാരുകൾക്ക് BJPക്ക് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഏത് തീരുമാനവും ഒറ്റയ്ക്ക് നടപ്പാക്കാൻ ആ ഭൂരിപക്ഷം മതിയാവുമായിരുന്നു. പക്ഷേ 3ാം മോദി സർക്കാരിന് അങ്ങനെയല്ല. പക്ഷേ പോസിറ്റീവായ രീതിയിൽ ഇപ്പോൾ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന സമവായത്തിൻ്റെ വഴി അദ്ദേഹം തുറന്നിടുന്നു. എത്രത്തോളം ആത്മാർത്ഥമുള്ള നിലപാടായി കാണുന്നു? ഇത് എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് അദ്ദേഹം അത് പറയുന്നെങ്കിൽ ഒരു വൈകി വന്ന വിവേകമായിട്ടേ കാണാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാല് ഈ പൊതു തെരഞ്ഞെടുപ്പില് ജനങ്ങൾ വളരെ ഭയപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനാധിപത്യ
വ്യവസ്ഥിതിയൊക്കെ തകിടം മറിയുമെന്നുള്ളൊരു ആശങ്ക ജനങ്ങളിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു എളിമയോടുകൂടി വരുമ്പോൾ നമ്മളത് ഒരു കണക്കിനത് സ്വാഗതം ചെയ്യേണ്ടത്. അത് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്നുള്ള കാര്യം ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങളിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ദേശീയ തലത്തിൽ ഇപ്പോൾ സ്പീക്കർ പ്രോട്ടോം സ്പീക്കറെ തിരഞ്ഞെടുത്തപ്പോഴും പക്ഷപാതപരമായ ഒരു സമീപനം അതിലുണ്ടായി. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അപ്പൊ അത്തരത്തിലുള്ള സമീപനം പാടില്ല. പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കൊല്ലത്തു നിന്നും ശ്രീ ബാലേന്ദ്രൻ കൂടി ചേരുന്നു. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അത് ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടുമ്പോഴുള്ള ഇതും ഭൂരിപക്ഷം തികയ്ക്കാതെ ഒരു ഫ്രീ പൂൾ അലൈനിലൂടെ വരുന്ന സമയത്തുള്ളൊരു വ്യത്യാസം, അതെന്തായാലും അതിനനുസരിച്ച് നിന്നല്ലേ ഒക്കുള്ളൂ. ശരി, നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. പയ്യന്നൂരിൽ നിന്നും നിതിനാണ്. ശ്രീ നിതിൻ, താങ്കൾ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളെ കാണുന്നത്? തീർച്ചയായിട്ടും പുള്ളി ഈ കഴിഞ്ഞ 2 വർഷം എങ്ങനെയാണോ പോയത് അത് തന്നെയാണ്. എപ്പോഴും പറയുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഫുൾ മെജോറിറ്റി ഇല്ല, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഫുള്ള് മെജോറിറ്റി വരുന്നതും വരാത്ത സമയത്തുള്ള ഒരു ചെറിയൊരു ചെറിയ വ്യത്യാസമാണോ? വലിയ വ്യത്യാസമല്ലേ? ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് മെജോറിറ്റി ഉണ്ടായിരിക്കുകയും ആ പാർട്ടിക്ക് തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയുകയും ചെയ്യുന്ന അവസ്ഥ. ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് ഒരു പാർട്ടിക്ക് 3 പ്രാവശ്യം കൺസിക്യൂട്ടീവ് ആയിട്ട് ഭരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ഈ കോൺഗ്രസ് എത്ര പ്രാവശ്യം ഭരിച്ചു? 2 പ്രാവശ്യമല്ലേ ഭരിച്ചുള്ളൂ. കോൺഗ്രസ് 3 തവണ ഭരിച്ചിട്ടുണ്ടോ? അത് മുമ്പല്ലേ? അതെ, അത് ജനങ്ങൾക്ക് ബുദ്ധി ഉദിക്കുന്നതിന് മുമ്പ്. ഇപ്പൊ ബുദ്ധി ഉദിച്ചു. ജനങ്ങൾക്ക്, ഇന്ത്യക്കാർക്ക്, നമ്മുടെ പൂർവികർക്കൊന്നും ബുദ്ധിയില്ലായിരുന്നു എന്നൊക്കെ താങ്കൾ പറഞ്ഞാൽ അത് ഇത്തിരി കടന്ന തീർച്ചയായിട്ടും പണ്ട് സോഷ്യൽ മീഡിയ ഇല്ല. സോഷ്യൽ മീഡിയ വഴിയാണോ ആളുകൾക്ക് ബുദ്ധി ഉദിച്ചത്? പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ വ്യാജ പ്രചരണം നടക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയല്ലേ? വ്യാജപ്രചരണങ്ങൾ മാത്രം നോക്കുന്നത് കൊണ്ടല്ലേ നിങ്ങളുടെ പ്രശ്നം? യഥാർത്ഥമായ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, അവരൊക്കെ അധികാരത്തിന് വേണ്ടി മാസ് ആയി തന്നെ സോഷ്യൽ മീഡിയയെ തെറ്റായ രീതിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വന്നതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. എന്നാൽ ഒരു കാലത്ത് ഇന്ത്യയെ ജയിപ്പിച്ച ആളുകളെല്ലാം ബുദ്ധിയില്ലാത്തവരായിരുന്നു, ഇപ്പോൾ ബുദ്ധി ഉദിച്ചു എന്നൊക്കെ പറയുന്നത് മോശപ്പെട്ട അവസ്ഥയാണ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. എനിക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു 3 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് കാണിച്ചു തരും, അന്നേരം നമുക്ക് സംസാരിക്കാം. ഇതേ കോൺഗ്രസ് 10 വർഷം ഭരിച്ചതാണ് ഇതിനു മുമ്പ്. ഇതേ വർഷം 10 പ്രാവശ്യം ഭരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകക്ഷിയിലാണ്. അതെ, കൂട്ടുകക്ഷി ഭരണത്തെ അവർ 10 വർഷം തികച്ചു ഭരിച്ചതാണ്. 2 വർഷം ഭരിച്ചത് ഫുൾ മെജോറിറ്റിയിലാണ്. അതെ, ഫുൾ മെജോറിറ്റി. ഇപ്രാവശ്യം മെജോറിറ്റി ഇല്ലാന്നേ ഉള്ളൂ, ചെറിയൊരു 32 സീറ്റിന്റെ കുറവേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് പോലും ഓപ്പോസിഷന് ഇതുവരെ മറ്റേ BJPയുടെ ഒറ്റക്കുള്ള സംഖ്യ തൊടാൻ പറ്റിയിട്ടില്ല. അവരെല്ലാരും ഒന്നിച്ച് നിന്നിട്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്തായാലും താങ്കൾ അതിനെ കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടായാലും അതിന് പ്രശ്നമില്ല എന്നുള്ള മട്ടിൽ കാണുന്നു. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ശ്രീ ജയകുമാറാണ്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളെ? നമസ്കാരം സാറേ. നമസ്കാരം. പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി എല്ലാം പോയി. പുലി എലി ആയതുപോലെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും സംഭാഷണവും എല്ലാം മാറി. ഇനി സമവായം ഉണ്ടായില്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കും. ഇദ്ദേഹം പുറത്ത് വായി നോക്കിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി പ്രതിപക്ഷത്തിന്റെ എല്ലാ ദിവസവും തൊഴുതുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും. ഇത്രയേ ഉള്ളൂ. ശരി, ഓക്കെ. ജയകുമാറിന്റെ വാക്കുകൾ. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ പോസിറ്റീവായ ഒരു നീക്കമായി തന്നെ കാണേണ്ടി വരും, ആ വാക്കുകൾ അങ്ങനെ തന്നെയാണ്, സമവായം രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഭരണത്തിന് സമവായം ആവശ്യമാണ് എന്നുള്ളത്, ജനാധിപത്യത്തിൻ്റെ ഒരു രീതിയാണ് സമവായം, പ്രതിപക്ഷത്തെ കൂടി കേൾക്കുക എന്നുള്ളതൊക്കെ, ആ വാക്കിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ മോദി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഔദാര്യമായിട്ട് കാണേണ്ട കാര്യമില്ല. ജനങ്ങൾ അങ്ങനെ ആക്കി തീർത്തതാണ്, അദ്ദേഹത്തിന്റെ കൊമ്പൊടിച്ചതാണ്. 2004 വാജ്പേയി മന്ത്രിസഭ വന്നത് നമുക്കറിയാം. എതിരാളികൾക്ക് പോലും എതിരഭിപ്രായമില്ലാത്ത വളരെ 5 വർഷം CPM പോലും ഇടതുപക്ഷം പോലും വലുതായിട്ട് ഒരു ആരോപണങ്ങളും പറയാതെ സുഗമമായിട്ട് കൊണ്ടുപോയ സർക്കാരാണ് വാജ്പേയിയുടേത്. കാരണം എന്താ? വിവിധ കക്ഷികൾ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കറിയാമല്ലോ, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം പാർട്ടികളുള്ള ഒരു ജനാധിപത്യം പൂർണ്ണമായ അന്തസത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് 2004 വാജ്പേയി സർക്കാരിനെ പോലെ വിവിധ 24 പാർട്ടികൾ ഉണ്ടായിരുന്നു അന്ന്. അതിനുശേഷം വന്ന UPA സർക്കാർ അങ്ങനെ ഒരു മാലയിലെ മുത്തുമണികൾ പോലെ വിവിധ മതങ്ങളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ
ജനാധിപത്യത്തിന്റെ മധുരം നുകരുന്ന ഒരു ഗവൺമെന്റിന് മാത്രമേ സമാധാനമായിട്ട് പോകാൻ ശരി, പറ്റൂ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാജേന്ദ്രനാണ് കടുത്തുരുത്തിയിൽ നിന്നും. ശ്രീ രാജേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഇവിടെ പലരും പറഞ്ഞ അഭിപ്രായം അത് യോജിക്കാൻ പറ്റില്ല. കാരണം ഇതിനു മുമ്പും 2 പ്രാവശ്യം ഭരിച്ചപ്പോഴും മോദി സർക്കാർ സമവായത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയത്. അന്ന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യാനുള്ള ഒരു താല്പര്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ഇപ്പൊ 300 എംപിമാരുടെ പിന്തുണ ഉണ്ടല്ലോ. 272 മതിയല്ലോ, 273 മതിയല്ലോ ഭൂരിപക്ഷത്തിന്. അതിലും കൂടുതൽ എത്ര എംപിമാരുടെ ഭൂരിപക്ഷം ഉണ്ട്? ഇവർ പറയുന്നത് കേട്ട ഇപ്പൊ താഴെ ഒരു എംപിയുടെ ഭൂരിപക്ഷത്തിന് പണ്ട് നരസിംഹറാവു ഒരു എം.പി.യെ പിടിക്കാനായിട്ട് 1 കോടി രൂപ കൈക്കൂലി കൊടുത്തൊരു കേസുണ്ട്. അത് ആ കൈക്കൂലി മേടിച്ച ആൾ സമ്മതിക്കുകയും ജയിലിൽ പോവുകയും ചെയ്ത കേസുണ്ട്. അങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു പിന്തുണ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ യുപിയിലും മഹാരാഷ്ട്രയിലൊക്കെ ഒരു ചെറിയ ന്യൂനപക്ഷം അവര് മോദി ഒരിക്കലും അധികാരത്തിൽ വരരുത് എന്നുള്ള കാഴ്ചപ്പാടില് വ്യക്തമായിട്ട് മോദിക്കെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. വാരണാസിയിൽ പോലും 1-2 ബൂത്തിലെ ഹിന്ദി ചാനലിൽ ഇംഗ്ലീഷ് ചാനലിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ 15-16 വോട്ട് മാത്രം കിട്ടിയിട്ടുണ്ട് മോദിക്ക്. അപ്പൊ അതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ വാർഡുകളായിരുന്നു. അപ്പൊ അങ്ങനെ എൻ ബ്ലോക്ക് ആയിട്ട്. ശ്രീ രാജേന്ദ്രൻ, താങ്കൾ ഈ പറയുമ്പോൾ ഈ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. യു.പിയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല ബി.ജെ.പിക്ക് തിരിച്ചടി നേരിട്ടത്, ഹിന്ദു ഭൂരിപക്ഷ സ്ഥലങ്ങളിലൊക്കെ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. അതപ്പോൾ എവിടെയെങ്കിലും മുസ്ലിം ഉള്ളത് കൊണ്ട് മാത്രമാണ് മോദി അവിടെ തിരിച്ചടി നേരിട്ടത് പറയുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഇതെന്ത് രാഷ്ട്രീയമായിട്ടുള്ള എന്ത് നീതിയാണ്? ഇങ്ങനെ ശത്രുക്കളായിരുന്ന 2 കക്ഷികൾ യോജിച്ച് നിന്നുകൊണ്ട് ഒരു ആളെ എതിർക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത് എന്ത് രാഷ്ട്രീയ നീതിയാണ്? എല്ലായിടത്തും അലയൻസിലല്ലേ? അതിലെന്താണ് രാഷ്ട്രീയ അനീതി? അതാണ് കമ്മ്യൂണിസം. അതിലെന്താണ് ശ്രീ രാജേന്ദ്രൻ രാഷ്ട്രീയ അനീതി? ഒരു പ്രത്യയശാസ്ത്രത്തെ ഒരാളുടെ ഭരണ നയത്തെ പാർട്ടികൾ എതിർക്കുന്നു, വ്യത്യസ്ത പാർട്ടികൾ എതിർക്കുന്നു. ആ വ്യത്യസ്ത പാർട്ടികൾക്ക് വ്യത്യസ്ത കാരണങ്ങൾ കാണും. അങ്ങനെയുള്ളവരെ യോജിച്ച് നിൽക്കുക എന്നുള്ളത് അതല്ലേ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. കോൺഗ്രസ് ഫോളോ ചെയ്യുന്നത് അതല്ലല്ലോ കമ്മ്യൂണിസം പറയുന്നത്. അത് രണ്ടും അങ്ങനെയാണെങ്കിൽ ബി.ജെ.പി പറയുന്നതാണോ അവിടെ ജെ.ഡി.എസ് പറയുന്നത്? ജെ.ഡി.എസ് പറയുന്നതാണോ ടി.ഡി.പി പറയുന്നത്? ഇവരെല്ലാം വ്യത്യസ്ത ആശയമുള്ള രാഷ്ട്രീയ പാർട്ടികളല്ലേ? മുന്നോട്ട് പോകുന്നത് കോമൺ മിനിമം പ്രോഗ്രാം വെച്ച് തന്നെയാണ്. അതുപോലെ യോജിക്കാൻ കഴിയുന്ന മേഖലകളിലല്ലേ യോജിക്കുന്നത്? ബീഹാറിലും ആന്ധ്രാപ്രദേശിലും 2 പ്രാദേശിക കക്ഷികളും ഭരിക്കുന്നുണ്ട്. അവർക്ക് ബി.ജെ.പി പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇത് ആരുടെ ഭാവനയിലുള്ളതാണ്? ഇപ്പൊ തന്നെ താഴെ പോകുന്നുള്ള ഒരു ചിന്താഗതി. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല ശ്രീ രാജേന്ദ്രൻ. നമ്മൾ ഇപ്പോൾ താഴെ പോകുന്നല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് സമവായത്തിന്റെ പാത സ്വീകരിക്കുന്നത് അത് പോസിറ്റീവായ നീക്കമായി തന്നെ കാണണോ എന്നുള്ളതാണ്. ഞാൻ 4 കോടി വീടുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചു കൊടുത്തു. അതുപോലെ തന്നെ 20 ലക്ഷം പേർക്കാണ് കേരളത്തില് ഈ പറഞ്ഞിരിക്കുന്ന മുദ്രാ ലോൺ. അങ്ങനെയൊക്കെ ഒരുപാട് അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അതിൽ എത്രത്തോളം ശരി അല്ല എന്നാൽ താങ്കൾ പറയുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ 400 സീറ്റ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മത്സരിക്കുകയും ഇന്ത്യയിൽ ഒറ്റയ്ക്ക് എന്തായാലും ഭൂരിപക്ഷം കിട്ടിയില്ല. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഭൂരിപക്ഷം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഘടകകക്ഷികളുണ്ട്. അവരുടെ ആ സപ്പോർട്ടോടു കൂടിയാണ് ഭരിക്കുന്നത്. അതിനുള്ള ജനങ്ങൾ അധികാരത്തിൽ കയറ്റുന്നത്. ഇവർക്ക് ഒരു അലയൻസിൽ ജയിക്കാൻ പറ്റിയോ? ഇപ്പോഴും ഇവർക്ക് എത്ര സീറ്റുകളുണ്ട്? എത്ര സീറ്റുകൾ? 140 എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പശ്ചിമ ബംഗാളിലും മമതാ ബാനർജിയുടെയും പാർട്ടിയുടെയൊക്കെ അവരൊക്കെ ഇതിനകത്തുണ്ടോ? ഇവർ ചിലപ്പോൾ പറയും ഈ അലയൻസിലുണ്ട്, ഇന്ത്യ സഖ്യത്തിലുണ്ടെന്ന് പറയും, ചിലപ്പോൾ ഇല്ലെന്ന് പറയും. ഇതൊക്കെ എന്ത് രാഷ്ട്രീയ ഒരു കോമാളിത്തര കാണിക്കുന്നത്? അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഭാഗത്തെ മുന്നണികളെ കോമാളിത്തരമായും മറുഭാഗത്തെ മുന്നണികളെ അല്ലാതെയൊക്കെ തോന്നുന്നത് എന്താണെന്ന് അറിയില്ല. എന്തായാലും അത്തരം ഘടകകക്ഷി മന്ത്രിസഭകൾക്കെല്ലാം തന്നെ ഇത്തരം വ്യത്യസ്ത പാർട്ടികൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ് ഉണ്ടാകുന്നത്. അതിന് എൻ.ഡി.എയിലായാലും യു.പി.യിലായാലും ഇന്ത്യ മുന്നണിയിലായാലും എല്ലാം തന്നെ. നമുക്ക് അബ്ദുൾ റഹ്മാനാണ് ദുബൈയിൽ നിന്നും. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. ദിവസത്തിന് ശേഷമാണല്ലോ സാറ് വന്നത്. സാറിന് ഇതിനിടെ ഒരു വിവാഹാലോചന വരെ വന്നായിരുന്നു ചാനലിലൂടെ. വിവാഹം തൽക്കാലം എന്തായാലും വിവാഹാലോചന ഏറ്റെടുക്കാൻ നിർവാഹമില്ല. 2 കുട്ടികളും ഭാര്യയും. സാറ് സംസാരിക്കുന്നത് ശരിയില്ല, സാറ് ആള് ശരിയില്ല എന്ന്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയാണ് കല്യാണം കഴിക്കുന്നില്ല. അയ്യോ, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അത് അവരുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. നമ്മൾ അതിനകത്ത് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്. സാറ് ഈ വായിൽ നിന്ന് പൂക്കൾ വീഴുന്ന മാതിരിയുള്ള സംസാരമെല്ലാം കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ ചിരിയൊക്കെ വന്നു കഴിഞ്ഞാല് ആ ഡെസ്കിന്റെ മുകളിൽ ഒന്ന് കറക്റ്റായിട്ട് കൈവെക്കും സാറേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെസ്ക് വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു പൂവിനെ പോലെ നിൽക്കാതെ. ഇനി കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചടി ഏതാണെന്നറിയോ? ജനങ്ങൾക്ക് ബുദ്ധി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനാണ് ദൈവം, ഈ ദൈവം എന്നെ അയച്ച ഞാനാണ് ദൈവം, ഈ രാജ്യത്തെ ഞാൻ ഇല്ലായ്മ ചെയ്തു തരാം, എനിക്ക് 400 സീറ്റ് തന്നാൽ എന്നൊക്കെ പറഞ്ഞതിന്, അതുപോലെ തന്നെ മഹാന്മാരായ മനുഷ്യരെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ കന്യാകുമാരിയില് അവിടെയുള്ള മഹാന്മാരൊക്കെ അപമാനിച്ച് അവരെ പോലെയാണ് ഞാന്
എന്നൊക്കെ പറഞ്ഞപ്പോൾ ജനങ്ങളാകെ അവർക്കൊരു ബുദ്ധി വന്നു. ഇതെന്താ ഈ കാണുന്നത്? ഞങ്ങളെ രാജ്യം ഞങ്ങൾക്ക് തിരിച്ചു വേണം, ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒറ്റയ്ക്ക് ഇനി കൊടുത്തു കഴിഞ്ഞാൽ രാജ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചും കൊണ്ടാണ്. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സാറേ. ഹലോ, വേഗത്തിൽ പറയണം, നമ്മുടെ സമയം അവസാനിക്കാറായി. ഒരൊറ്റ കാര്യം, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രിസഭ വീഴാൻ സാധ്യതയില്ല. കാരണം മോദി ഭരിച്ചും കൊണ്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലുള്ള ഏറ്റവും ചുരുങ്ങിയ ഒരു 40-50 എംപിമാരെ അവർ വില പേശിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഓക്കെ. നമുക്ക് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റു പ്രശ്നം കൂടിയുണ്ട്. വൈപ്പിൽ നിന്ന് നിതിനാണ്. ശ്രീ നിതിൻ, വേഗത്തിൽ പറയാം താങ്കളുടെ അഭിപ്രായം. പവിത്രനാണ് അഞ്ചരക്കണ്ടിയിൽ നിന്നും. ശ്രീ പവിത്രൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, മോഡി ജനങ്ങളുടെ വികാരത്തെ മാനിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. കാരണം നടുവിന് കിട്ടിയ അടി ഏകദേശം ശരീരത്തിന് കൊണ്ടുവന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒന്നാമതും വരണമെന്നാണ് എന്റെ കാഴ്ചപ്പാട്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം. നമുക്ക് കോഴിക്കോട് നിന്നും ശ്രീ സുനിൽ കൂടി ചേരുന്നുണ്ട്. ശ്രീ സുനിൽ, ഒരു സമവായത്തിന്റെ വഴിയിലേക്കാണോ പ്രധാനമന്ത്രി നീങ്ങുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഒരു ഭരണഘടനാപരമായിട്ട് മോഡി പറയേണ്ടതല്ല പറഞ്ഞിട്ടുള്ളൂ. അതിൽ നമ്മൾ പ്രത്യേകത കാണണ്ടല്ലോ സാർ. നമ്മളതിനെ നെഗറ്റീവായ പോസിറ്റീവ് അങ്ങനെ ഏതെങ്കിലും അല്ല. ഒരു അദ്ദേഹം പറഞ്ഞു അതൊരു മാറ്റമാണ്. ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളത് ഏതൊരു പ്രധാനമന്ത്രിയും പറയേണ്ടത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഈ 10 വർഷം ഉണ്ടായ വികസനവും കാര്യങ്ങളായിട്ട് ഒന്നുകൂടി ഡെവലപ്പായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരുടെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായത്. അങ്ങനെ ഒരു സമവായത്തിൻ്റെ ആവശ്യം ശ്രീ നരേന്ദ്രമോദിക്കും പ്രധാനമന്ത്രിക്കും ഇല്ല എന്ന് പറഞ്ഞവരും, അങ്ങനെയല്ല, ആ സമവായത്തിൻ്റെ ആവശ്യം ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും, ഇതിനെ പോസിറ്റീവായി കാണണം എന്ന് പറഞ്ഞവരും, ഇതൊരു രാഷ്ട്രീയ തന്ത്രജ്ഞത മാത്രമാണ്, തന്ത്രം മാത്രമാണ് എന്ന് പറഞ്ഞവരും ഒക്കെയുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാൽ സമ്പന്നമായിരുന്നു ന്യൂസ് 18 പൊതുവേദി. നാളെയും ഇതേ സമയം മറ്റൊരു വിഷയമായി. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ